കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ US ട്രൂപ്സ് വെനസ്വേലയുടെ ഓയിൽ ടാങ്കേഴ്സ് കൊള്ളയടിച്ച കാര്യത്തിനെപ്പറ്റി സംസാരിച്ചിരുന്നു. ഈ പ്രശ്നം ഡേ ബൈ ഡേ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫാക്ട് ഇത് നേരത്തെ തന്നെ തുടങ്ങിയ പ്രശ്നമാണ്. അത് നേരത്തെ തന്നെ ഡേ ബൈ ഡേ വഷളായി വന്ന് അതിൻ്റെ ഒരു എസ്കലേഷൻ ആയിട്ടാണ് ഈ ടാങ്കേഴ്സിൻ്റെ കോൺഫിസ്കേഷൻ ഒക്കെ വന്നിരുന്നത്. US അഡിക്റ്റ് ചെയ്യുന്നത് വെനസ്വേല, കൊളംബിയ പോലെയുള്ള രാജ്യങ്ങൾ ഭരിക്കുന്നത് ഡ്രഗ് മാഫിയാസാണ്. ഈ മാഫിയാസ് US-ലേക്കും ഒരുപാട് ഡ്രഗ്സ് കടത്തുന്നു. ഈ ഡ്രഗ് മാഫിയാസ് ഈ രാജ്യങ്ങളിൽ കൊളംബിയ, വെനസ്വേല, ഇക്വഡോർ പോലുള്ള രാജ്യങ്ങളിൽ വളരെ ഡോമിനൻ്റ് ആണ്. അവരവിടെ ഒരു പാരൽ ഗവൺമെൻറ് പോലെ നടത്തുന്നത് പുതിയ കാര്യമൊന്നുമല്ല. സംഭവം ഇപ്പോൾ മാജിക്കലി US-ൻ്റെ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആകുമ്പോഴത്തേക്കും എന്തോ ഇപ്പോൾ ഈ ഡ്രഗ് മാഫിയാസ് ഈ രാജ്യങ്ങളിലൊക്കെ ഡോമിനൻസ് ഗെയിൻ ചെയ്തു എന്നുള്ള രീതിയിലാണ് US പ്രവർത്തിക്കുന്നത്. ആൻഡ് ഇതിനെതിരെ ആക്ഷൻ എടുക്കുന്ന ഇന്റർപോളോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സെക്യൂരിറ്റി കൗൺസിലിൻ്റെ മെമ്പർ എന്ന നിലയ്ക്കല്ല US ചെയ്യുന്നത്. US is only supposed to govern their citizens in their own territories. ഇതിനെ മറികടന്ന് US ഒരു ലോക പോലീസ് ആവഞ്ഞ് മറ്റു രാജ്യങ്ങൾക്കെതിരെ മിലിറ്ററി ആക്ഷൻസ് എടുക്കുകയാണ്. ഇപ്പോൾ വെനസ്വേലയുടെ പ്രസിഡന്റായ നിക്കോള മാഡുവോ, അദ്ദേഹത്തിൻ്റെ വൈഫിനെ US-ൻ്റെ ഡെൽറ്റ ഫോഴ്സും CIA ചാരന്മാരും വെനസ്വേലയിൽ ഡിപ്ലോയ് ചെയ്യപ്പെട്ടിരുന്ന CIA ചാരന്മാരുടെ കമ്പൈൻ ഓപ്പറേഷനിൽ ഇവർ അബ്ഡക്ട് ചെയ്ത് US-ൽ കൊണ്ടുവന്ന് US-ലെ കോർട്സിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ US-ലെ ജുഡീഷ്യൽ സിസ്റ്റം എത്രത്തോളം മതപ്പതിച്ചു എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. വെനസ്വേലയുടെ അടുത്തുനിന്ന് ഡയറക്റ്റായിട്ട് മിലിറ്ററി അറ്റാക്കോ ഒന്നും ഇല്ല. ഒരു അൺപ്രൊവോക്ഡ് ആയിട്ടുള്ളതാണ് US-ലേക്ക് പോയിട്ടുള്ളത്. ഞാനിപ്പോൾ പറയുമ്പോൾ ഈ സമയം കഴിഞ്ഞ് 2 days കഴിഞ്ഞു, എല്ലാവരും വാർത്ത അറിഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ എനിക്ക് എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളും എനിക്ക് കുറച്ച് നിഗമനങ്ങളും ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇപ്പോൾ US ഈ അബ്ഡക്ഷന് ശേഷം മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള ത്രെറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യയും ആ ഭീഷണിയിലാണ്. ഈ നമ്മൾ ഇപ്പോൾ റഷ്യ യുക്രൈൻ വാറിൽ യുക്രൈൻ സൈഡാണ് US, അല്ലെങ്കിൽ ഒരു US റഷ്യക്കെതിരെ യുക്രൈൻ മുൻനിർത്തി ചെയ്യുന്ന ഒരു പ്രോക്സി വാർ തന്നെയാണ് റഷ്യ യുക്രൈൻ വാർ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൽ US റഷ്യക്കെതിരെ സാങ്ഷൻസ് പുറപ്പെടുവിച്ചിരുന്നു. അതായത് US ആയിട്ട് ഇതിൽ ട്രേഡിൽ ഏർപ്പെടുന്നവർ ആരും ഏർപ്പെടാൻ പാടില്ല. US ഏർപ്പെടില്ല, US-ൻ്റെ അലീസ് ഏർപ്പെടില്ല, മറ്റു രാജ്യം ഏർപ്പെടാൻ പാടില്ല. ആരെങ്കിലും ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യുക, കൂടുതൽ ആക്ഷൻസോ ഇൻക്ലൂഡിംഗ് ഇപ്പോൾ മധുവെ അഫക്ട് ചെയ്ത പോലെ അറ്റാക്സോ US മിലിറ്ററിയുടെ എയർഫോഴ്സിൻ്റെ നേവിയുടെ അറ്റാക്സും വരാം. അതാണ് US സാങ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് 200% ടാരിഫ് ഇമ്പോസ് ചെയ്തോ, 300% ടാരിഫ് ഇമ്പോസ് ചെയ്തോ, ഇപ്പോൾ നമുക്ക് 500% ടാരിഫാന്ന് തോന്നുന്നു. എന്നിട്ട് ഇന്ത്യ ഇത് പുച്ഛിച്ച് തള്ളിവിടുകയാണ്. ഇതിന് വലിയ വില കൊടുക്കുന്നില്ല. അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു അപ്രോച്ച് പല രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ജപ്പാനെ പോലുള്ള ചില രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും US-നെ താങ്ങി നിൽക്കുന്നത്. ഇസ്രായേലും കാര്യം ശരിയാണ്, ഗാസയിൽ നിന്നാണ് ഒക്ടോബർ 7 ഇങ്ങോട്ട് അറ്റാക്ക് വന്നത്. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ വെനസ്വേലയിലെ പ്രസിഡന്റ് അഫക്ട് ചെയ്ത പോലുള്ള കാര്യങ്ങളിൽ ഇസ്രായേലിൻ്റെ നിലപാട് എന്താണെന്നുള്ളത് ഇപ്പോൾ വളരെ പ്രസക്തമാണ്. ഈ ഇസ്രായേലിന് ഈ ഇസ്രായേൽ വാറിൽ ഇസ്രായേലിൻ്റെ ഫസ്റ്റ് ബ്ലഡ് ചൊരിഞ്ഞത് എന്നുള്ളത് പോലെ തന്നെ ഇസ്രായേലും ഗാസയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ലോകത്തെ മറ്റ് രാജ്യങ്ങളുടെ സോവറിറ്റിയെ ബാധിക്കുന്ന, ലോകത്ത് എല്ലായിടത്തുള്ള സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെ നല്ല രീതിയിൽ എതിർക്കേണ്ട സാഹചര്യം ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു അറ്റാക്കും ഈ വെനസ്വേലൻ പ്രസിഡന്റ് അഫക്ട് ചെയ്യുക, പിന്നെ ഗ്രീൻലാൻഡ് കാനഡ ഇൻവേഡ് ചെയ്യുന്ന ത്രട്ടൻ ചെയ്യുക, കൊളംബിയക്കെതിരെ മിലിറ്ററി ആക്ഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് ത്രട്ടൻ ചെയ്യുക. ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതിന് കുറച്ച് മുമ്പ് ഇറാനെതിരെ US അറ്റാക്സ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ ന്യൂസ് ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ശരിക്കും ഒരു ബിഗിനിങ് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെ പറ്റി നമുക്കറിയാം. അതായത് ഒരു ആൻറ്റി മിസൈൽ മെക്കാനിസമാണ് ഈ അയൺ ഡോം എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ശത്രു രാജ്യങ്ങളിൽ നിന്നും അവരുടെ ടെറിട്ടറീസിലേക്ക് മിസൈൽസ് വരുമ്പോൾ ഇസ്രായേൽ ഈ മിസൈൽസിനെതിരെ മറ്റ് മിസൈൽസ് തൊട്ടുവിടും. ഇതിനിപ്പോൾ ആക്യുറസി കൂടുതലായിരിക്കും. അതായത് മറ്റ് മിസൈലുകളെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അത് ഹിറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും. എന്നാൽ മാസിൽ എക്സ്പ്ലോഷൻ നടത്താനുള്ള ഒരു വാർഡ്രോബൊന്നും ഉണ്ടാവില്ല. ഈ മിസൈൽസ് താക്കാൻ തോന്നുന്നത് മാത്രം ഫയർ പവർ ആയിരിക്കും ഇതിനുണ്ടാവുക. ഈ അയൺ ഡോമിൻ്റെ പാർട്ടായിട്ട് മറ്റ് മെക്കാനിസംസും ഉണ്ട്. അപ്പോൾ ഇതിന് ഈ പേര് ഇൻസ്പയർഡ് ആയിട്ട് ഗോൾഡൻ ഡോം എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് US ഇപ്പോൾ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗോൾഡൻ ഡോം എന്ന് വെച്ച് കഴിഞ്ഞാൽ US ടെസ്ല കമ്പനിയുമായി ജോയിൻ്റ് ആയിട്ട് നടത്തുന്ന ഒരു പ്രൊജക്റ്റാണ്. പക്ഷേ ഇതിൽ നമുക്ക് US-നെ സംശയിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് ഭീഷണിയാവുന്ന സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെക്കാനിസത്തിൽ ടെസ്ലയുടെ സാറ്റലൈറ്റ്സ് അതിൽ മിസൈൽസ് വെച്ച് അത് ഭൂമിയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മെക്കാനിസം ഇതിൻ്റെ പാർട്ടാണ് എന്നുള്ളതാണ്. അത് ഇതുകൊണ്ട് തന്നെ ഇത് മറ്റ് US-നെതിരെ വരുന്ന മിസൈൽസിനെ നിർവീര്യമാക്കുക എന്ന് മാത്രമല്ല US-ൻ്റെ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് മറ്റ് രാജ്യങ്ങൾ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ അവർക്കെതിരെ ഈ മിസൈൽസ് കൊടുത്തുവിടാൻ പറ്റില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള US-ൻ്റെ ഇപ്പോഴത്തെ ഒരു അപ്രോച്ച് അത് വികസിച്ച് വരുന്ന ഒരു പാറ്റേൺ കാണുമ്പോൾ ഞാൻ രണ്ടാമത് പറഞ്ഞത് തന്നെയാണ്. അതായത് ഇതൊരു ഡിഫൻസ് മെക്കാനിസം അല്ല, US-ന് അവരുടെ മറ്റ് രാജ്യങ്ങൾക്ക് മേലുള്ള ഡോമിനൻസ് വളരെയധികം മൾട്ടിപ്പിൾസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു സംവിധാനം ആവാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ ഒരു അയൺ ഡോം അല്ല ഗോൾഡൻ ഡോം പ്രൊജക്ട് ഇംപ്ലിമെൻറ്റ് ആവുകയാണെങ്കിൽ ലോകം മുഴുവൻ US-ൻ്റെ ഒരു കോളനിയായി മാറും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. എൻ്റെ ഈ സംശയം ശരിയാണെങ്കിൽ നമ്മളിന്ന് പണ്ട് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ഒക്കെ ഉണ്ടായ പോലെ ലോകത്തുള്ള എല്ലാ ജനങ്ങളും എല്ലാ ഗവൺമെൻറ്റ്സും ഒരു US-ൻ്റെ ഇമ്പീരിയലിസം അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഇമ്പീരിയലിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ യൂറോപ്പിലുള്ള മറ്റ് ഗവൺമെൻറ്റ്സും ഇപ്പോൾ ഗ്രീൻലാൻഡിൻ്റെയും കാനഡയുടെ ഇഷ്യൂവിൽ US-നെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അത് നിലനിന്ന് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. ഈ ജപ്പാനൊക്കെ പോലുള്ള രാജ്യങ്ങൾ അങ്ങനെ ഒരു പരിധി കൂടുതൽ US-ൻ്റെ ഒരു ഡോമിനൻസിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പോകുന്നില്ല. എനിവേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ
ലോകത്തിലെ സാധാരണ ജനങ്ങൾ, ഇന്ത്യയിൽ തന്നെയുള്ള കേരളത്തിൽ തന്നെയുള്ള ആളുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ഇഷ്യൂസ്, ഇതിൻ്റെ സീരിയസ്നെസ്സിനെ പറ്റി അധികം കോൺഷ്യസ് അല്ല എന്നാണ് സത്യം. കോൺഷ്യസ് ആയവരും ഇതിനെതിരെ സംസാരിക്കുന്നില്ല, അതിനെതിരെ പ്രവർത്തിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല, അപ്പാർട്ടിയിട്ടാണ്. ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ എതിർത്ത ബ്രിട്ടീഷ് എംപയർ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതുപോലെയുള്ള ഫ്രാൻസിൻ്റെയും പോർച്ചുഗലിൻ്റെ ഒക്കെ കമ്പനീസ് ഉണ്ടായിരുന്നു, ചാർട്ടേഡ് കമ്പനീസ്. അവരുടെ പോലെയല്ല ഇന്നത്തെ US ഗവൺമെൻറ് എന്ന് വെച്ചാൽ അവർ 10 മടങ്ങ് പവർഫുൾ ആണ്. US ആർമി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ബ്രിട്ടീഷ് റോയൽ ആർമിയെ പോലെയല്ല. അവർക്ക് ഇന്ന് അവരുടെ സ്ട്രാറ്റജിക്കലായിട്ട് അവരുടെ സ്കിൽസിലാവട്ടെ അവർ ഇന്ന് വളരെയധികം ഇമ്പ്രൂവ് ആയിരിക്കുന്നു. ടെക്നോളജിയിൽ പറയേണ്ട ആവശ്യമില്ല, വളരെ വളരെ അഡ്വാൻസ് ആണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറച്ച് ആൾക്ക് പറയുന്നുണ്ടായിരുന്നു, US പുറത്തേക്ക് വിടാത്ത പലതരത്തിലുള്ള വെപ്പൺസും ടെക്നോളജിയും USന് ഇപ്പോൾ എഴുമുണ്ട്. ഇത് പക്ഷേ ഇയാൾ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. USൽ വളരെയധികം ഇൻവെൻഷൻസ് നടക്കുന്ന രാജ്യമാണ്, റിസർച്ചിൽ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള രാജ്യമാണ്. അവർ പുറത്ത് വിടാത്തതായിട്ട് തന്നെ പല സംവിധാനങ്ങളും അവർക്കുണ്ട്. സോഷ്യൽ മീഡിയാസ് ആവട്ടെ, പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും സ്റ്റാർട്ട് ചെയ്തേക്കുന്നതും US കമ്പനീസാണ്. മെറ്റ പോലെയുള്ളത്, ഗൂഗിൾ പോലെയുള്ളത്. ഇവർ തന്നെയാണ്, ഈ US കമ്പനീസ് തന്നെയാണ് ഇന്നും ഡോമിനേറ്റ് നിൽക്കുന്നത്. ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഈ US കോർപ്പറേറ്റ്സിൻ്റെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആവട്ടെ, ഗൂഗിളൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം ബാൻ ചെയ്തിരിക്കുകയാണ് ലീഗലി. അവരുടെ സ്വന്തം കമ്പനീസിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും മറ്റുമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇല്ലീഗലായിട്ട് തന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ പലരും ടെലിഗ്രാമിലേക്ക് സിനിമ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ US ബേസ്ഡ് കമ്പനീസിൻ്റെ ഈ ടിക്ടോക്ക് ആവട്ടെ, ടിക്ടോക്ക് ഐ തിങ്ക് ലൈക്ക് ചൈന ബേസ്ഡ് ആണല്ലേ, അതല്ലാണ്ട് ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഇല്ലീഗലായിട്ട് തന്നെ അവിടെ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു ആപ്പിൽ ചൈനയും ഉൾപ്പെടും. ഈ ചൈന റഷ്യ എന്നൊക്കെ പറഞ്ഞാൽ റഷ്യ കാര്യം നമ്മുടെ വലിയ അലൈസാണ്. പക്ഷേ ഇവരെ കാര്യം എന്നാൽ അത്ര വെടിപ്പായിട്ടുള്ള ആൾക്കാരെന്നല്ല പറയുന്നത്. ഇവർക്ക് ഇപ്പോഴത്തെ ഈ ഒരു നിലയിലേക്ക് US ഗവൺമെൻറ് അതപ്പതിക്കുന്നതിന് മുമ്പ് ഈ ലോകം ഒരു ഡിക്റ്റാറ്റർഷിപ്പിൻ്റെ ഒരു പ്രവണതയിലേക്ക് മാറുന്നതിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ചൈന പോലുള്ള രാജ്യങ്ങൾ, അവർക്കെതിരെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന US ആണ്. ഇന്ന് US തന്നെ ഇന്റേണലിയും എക്സ്റ്റേണലിയും ഒരു ഡിക്റ്റാറ്റർഷിപ്പിൻ്റെ ഒരു മാതൃകയിലേക്ക് മാറുമ്പോൾ മറ്റുള്ള ഈ പറഞ്ഞ ഏകാധിപത്യ പ്രവണതയുള്ള രാജ്യങ്ങൾക്ക് അത് വളരെ വലിയ എൻകറേജ്മെൻ്റ് ആണ്. USന് അവർക്കൊന്നാതെ USൻ്റെ പക്കൽ നിന്ന് ആ കാര്യങ്ങളിലേക്ക് റെസിസ്റ്റൻസ് കുറയുകയാണ്. മാത്രമല്ല USന് ചെയ്യാമെങ്കിൽ നമുക്ക് എന്നോട് ചെയ്തുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. അത് വളരെ അപകടകരമായ സാഹചര്യമാണ്. ഇപ്പോൾ വൺസ് ഈ പറഞ്ഞ ഗോൾഡൻ ഡോം പ്രൊജക്ട് US ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അവരുടെ ഡോമിനൻസ് ലോകം USൻ്റെ പോലെയുള്ള ഇമ്പീരിയലിസ്റ്റുകൾ, ഇതുപോലെയുള്ള ടെസ്ല, US ഗവൺമെൻറ്, അതുപോലെയുള്ള ഒളിഗാർക്സിൻ്റെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞ് പിന്നെ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുക, അസംബ്ലി ചെയ്യുക, സംസാരിക്കുക എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ പോലും വളരെ പ്രയാസകരമായിരിക്കും. ബിക്കോസ് അവരുടെ ഈ സോഷ്യൽ മീഡിയാസിലും മറ്റുള്ള പ്രൊപ്പഗാൻഡ മെഷീനറീസ് നമ്മുടെ തോട്ട്സിനെ വരെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, മിലിറ്ററി അഡ്വാൻസ്മെൻറ്റ്, എക്കണോമിക്കായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇവരുടെ ശക്തി അത് വളരെ വളരെ വലുതാണ്. US ഒരു മോണോപ്പൊളി തന്നെയാണ് ഇൻ മാറ്റർ ഓഫ് ഡിഫൻസ് ആൻഡ് മാറ്റർ ഓഫ് മണി. എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ ഉള്ള ഒരു ജനങ്ങളുടെ ഫൈറ്റിൽ ഉണ്ടായി വരും എന്ന് പ്രതീക്ഷിക്കാം, ഞാൻ പ്രതീക്ഷിക്കുന്നു.